നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷൻ പോലീസിന് പിന്തുണയുമായി ജില്ലാ റൂറൽ പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലാതല യോഗം പേരാമ്പ്രയിൽ ചേർന്നു. ജില്ലാ റൂറൽ പോലീസ് SP മെറിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള സർക്കാർ പദ്ധതിയായ പോലീസിന്റെ തൂഫാൻ നടപടിക്ക് പിന്തുണയുമായി റെസിഡൻസ് അസോസിയേഷനുകളും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും പോലീസ് ജനസൗഹൃദം മെച്ചപ്പെടുത്തുന്നതിനുമായാണ് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലാതല യോഗം പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചത്. റൂറൽ SP മെറിൻ ജോസഫ് IPS ഉദ്ഘാടനം ചെയ്തു. പോലീസ് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു മാസ്റ്റർ എഴുതാൻ ഒരു സ്ഥലത്ത് ചെല്ലുവാണെങ്കിൽ തന്നെ അവിടുത്തെ പബ്ലിക് നമ്മളുമായിട്ട് സഹകരിച്ചില്ലെങ്കിൽ നമുക്കൊരു മാസ്റ്റർ എഴുതിയോട് തിരിച്ചു വരാൻ പറ്റത്തില്ല. അതുപോലെ നമ്മളിപ്പോൾ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പോവുകയാണെങ്കിലും, അതുപോലെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷന് പോവുകയാണെങ്കിലും, പിന്നെ ഇന്റലിജൻസ് കളക്ഷൻ പോവുകയാണെങ്കിലും എല്ലാ കാര്യത്തിലും നമുക്ക് പബ്ലിക്കിന്റെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് പോലീസിങ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ പോലീസിങ് ചെയ്യുന്നത് തന്നെ പബ്ലിക്കിന് വേണ്ടിയാണ്. അതുപോലെ അത് നല്ല രീതിയിൽ ചെയ്യുന്നത് പബ്ലിക്കിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണമാണ് ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ ഇപ്പം സമൂഹത്തിൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനും ഇപ്പം ക്രൈം ഡിറ്റക്ഷനും പ്രിവെൻഷനും നല്ല രീതിയിൽ ബേസിക്കലി പോലീസിന്റെ ഡ്യൂട്ടീസ് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഓരോ സ്റ്റെപ്പിലും നിങ്ങളുടെ നല്ല രീതിയിലുള്ള ശക്തമായ സപ്പോർട്ട് നമുക്ക് വേണം. അതുപോലെ സപ്പോർട്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം പോലീസ് ചിലപ്പോൾ പല വേണ്ടാത്ത കാര്യങ്ങൾ ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കും. ഇപ്പം പോലീസ് കംപ്ലീറ്റ്ലി പറയുന്ന ബ്ലെമിഷ്ലെസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സിന്റെ ഭാഗത്തു നിന്ന് വേണ്ടാത്ത എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടാകുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ വരുവാണെങ്കിൽ, അത് എൻ്റെ അറ്റൻഷൻ കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയ പ്രോപ്പറായിട്ടുള്ള നടപടികൾ എടുക്കാം. ഒരു ടു-വേ കമ്മ്യൂണിക്കേഷൻ അതാണ് ഉദ്ദേശിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോലീസിനെ സമീപിക്കാം. വി ആർ അവൈലബിൾ ടു ലിസൺ ടു യു. നമുക്ക് പോലീസ് ഓഫീസേഴ്സിനെ കോൺടാക്ട് ചെയ്യാൻ പല ചാനൽസ് ഉണ്ട്. ഇപ്പം SP-യുടെ നമ്പർ അല്ലാതെ ഇപ്പം നിങ്ങൾക്കറിയാം, ഒരു എമർജൻസി സിറ്റുവേഷനിൽ പോലീസിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ 112 എന്ന് പറയുന്നത് പണ്ടത്തെ 100 നമ്പർ ഇപ്പം 112 ആണ്. ഇപ്പം ഏത് എമർജൻസി സർവീസിനാണെങ്കിലും നിങ്ങൾ 112 ഡയൽ ചെയ്യുവാണെങ്കിൽ, ഫയർ ആണെങ്കിലും ആംബുലൻസ് ആണെങ്കിലും 112 ഡയൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കൺസേൺ കൺട്രോൾ റൂമിലോട്ട് നിങ്ങളുടെ കോൾ കണക്ട് ആവും. നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പറയാം. ഉടനെ തന്നെ വേണ്ടിയ സഹായം അവിടെ സ്പോട്ടിലെത്തും. നമ്മുടെ കോഴിക്കോട് ജില്ല റൂറൽ ജില്ലയുടെ ആവറേജ് റെസ്പോൺസ് ടൈം നമ്മുടെ എമർജൻസി റെസ്പോൺസ് സിസ്റ്റം വെച്ച് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. അപ്പോൾ ആവറേജ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് 5 to 6 minutes ആണ്. വളരെ അപൂർവമായിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ നമ്മുടെ കൺട്രോൾ റൂം വാഹനങ്ങൾ അതിലധികം സമയം എടുക്കാറുള്ളൂ. പക്ഷേ ഈ കോളുകൾ കൺട്രോൾ റൂമിലോട് കൃത്യസമയത്ത് എത്തണം. പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിനോദ് മുഖ്യാതിഥിയായി. അതുപോലെ തന്നെ നമ്മുടെ ഈ രാവിലെ പകൽ പോലീസ് ഉദ്യോഗസ്ഥ നമുക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി കഠിന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് അവർക്കും കുടുംബങ്ങളുണ്ട്. അവരുടെ കുടുംബത്തിൻ്റെ ശക്തിയാണ് അവരുടെ ഈ സേവന മേഖലയിലേക്ക് നയിക്കുന്നത് എന്ന കാര്യമാണ് നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ തൂഫാൻ പരിപാടി നല്ല വിജയമായി മുന്നോട്ട് പോകട്ടെ. അഡീഷണൽ SP V രമേശൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. DYSPമാരായ TA അഗസ്റ്റിൻ, M വിനോദ് കുമാർ, T ഉത്തംദാസ്, KG പ്രവീൺ കുമാർ, K സനിൽകുമാർ എന്നിവർ സംസാരിച്ചു. അസോസിയേഷൻ ഭാരവാഹികൾ ലഹരിക്കെതിരെ പോരാടുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ പങ്കുവച്ചു. അതുപോലെ തന്നെ നർക്കോട്ടിക് വിവരം കൊടുക്കുന്ന ആൾക്ക് ചില പാരിതോഷികം കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും നല്ല പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റുന്ന അഭിപ്രായമുള്ളത്. നമുക്ക് പറയാനുള്ളത്, നമ്മുടെ പ്രദേശം ഒരു വെള്ളക്കെട്ടുകളൊക്കെ നിൽക്കുന്ന ഒരു പ്രദേശമാണ്, കനാൽ ഭാഗമാണ്. പലപ്പോഴും അവിടെ ഇങ്ങനെ ലഹരി വിരുദ്ധ പ്രവർത്തനവും അതുപോലെ പിന്നെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമൊക്കെ നടക്കുമ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടാറുണ്ട്. പക്ഷേ എന്താ പറ്റാറുള്ളത് വെച്ചാൽ ഈ പോലീസ് വരുമെങ്കിലും പിറ്റേ ദിവസം കംപ്ലയിൻറ്റ് ചെയ്ത ആളെ ഈ സാമൂഹ്യ ദ്രോഹികളുടെ ഒരു വില്ലന്മാരായി മാറുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പലതവണ നമ്മുടെ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ നമ്മുടെ പ്രദേശത്ത് നിരന്തരം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിലൊരു മാസ് ആക്ഷൻ തന്നെ DYSPനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒറ്റത്തവണ മാത്രമാണ് അവിടെ ഒരു പോലീസ് പെട്രോളിംഗ് പോലും. ഒരു പക്ഷേ അതിൻ്റെ പരിമിതികൾ ധാരാളം പരിമിതികൾ ഉണ്ടാവാം. അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഹനങ്ങൾ കുറവാണ്,
അതുകൊണ്ട് തന്നെ വിളിച്ച ആ സമയത്ത് തന്നെ നമുക്ക് എത്തിച്ചേരാൻ. രഞ്ജിത്ത് ചടങ്ങിന് നന്ദി പറഞ്ഞു. മറ്റൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടത്തിയിട്ടും ലഹരിക്ക് ഒരു മുക്തി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ന് കായംകുളം പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ദയനീയമാണ്. അത് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അറിയുന്ന കാര്യം കൂടിയാണ്. കായംകുളം പഞ്ചായത്തിൽ പാലം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് വൈകുന്നേരമായാൽ ഇരുട് കൂടിയ ആ ഒരു അവസരത്തിൽ 6 മണിക്ക് ശേഷം ലഹരി വിൽപ്പനയും അതുപോലെ മദ്യത്തിൻ്റെ അഴിഞ്ഞാട്ടവുമാണ് അവിടെ നടക്കുന്നത്. 2-3 പിടികൾ. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.